നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം PS മുരാരി തമ്പി. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഒരു മറുപടി. ശരിക്കും ഈ യന്ത്രങ്ങൾ എപ്രകാരമാണ് ചെയ്യുന്നത്? ഈ യന്ത്രങ്ങൾ ഞങ്ങൾക്ക് തപാലിലൂടെ ലഭിക്കുമോ? ഈ യന്ത്രങ്ങളിൽ ഞങ്ങളുടെ നാമനക്ഷത്രാദികൾ ലിഖിതം ചെയ്തിട്ടുണ്ടാകുമോ? ഇതൊക്കെ ഒരുപാട് പേരുടെ സംശയമാണ്. എല്ലാ യന്ത്രങ്ങളിലും എഴുതുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണെന്നും അത് എന്തിനു വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്നും അതുകൊണ്ട് എന്ത് ഫലസിദ്ധിയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും വളരെ വ്യക്തമായിട്ട് അതിൽ എഴുതിയിരിക്കും. അപ്പം എല്ലാ ചക്രങ്ങളും നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാം. ഇത് മഹാസുദർശന യന്ത്രമാണ്. ഇതിൽ കൃത്യമായിട്ട് ഈ ഭൂപുരത്തിൽ അവരുടെ പേരും നാളും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതും എന്നും ഉണ്ട്. ഇത് ശരിക്കും അശ്വാരൂഢ യന്ത്രമാണ്. ഈ അശ്വാരൂഢ യന്ത്രത്തിൽ കൃത്യമായിട്ട് അവരുടെ പേരും നാളും എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇത് ഒരു ശ്രീയന്ത്രമാണ്. ഈ ശ്രീയന്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് അവരുടെ പേരും നാളും വ്യക്തമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തപാലിലും നമ്മൾ അയക്കുന്നതാണ്, പോസ്റ്റൽ വഴി അയക്കുന്നുണ്ട്. പിന്നീട് ഇത് നമ്മുടെ ദേഹരക്ഷയ്ക്കുള്ള ശൂലിനി യന്ത്രം. വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നക്ഷത്രാദികളും മന്ത്രങ്ങളും ചക്രങ്ങളും ഒക്കെ വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും ഒരു അഘോര യന്ത്രമാണ്. ഈ അഘോര യന്ത്രത്തിൽ വളരെ വ്യക്തമായി കാര്യങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഫലം ചെയ്യുകയുള്ളൂ. ഈ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഓരോ യന്ത്രങ്ങളും എഴുതുന്നതും അത് ധരിക്കുന്നതും. നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം ഓരോ യന്ത്രങ്ങൾക്കും അതിൻ്റേതായ പവറും ഗുണവും ഒക്കെയുണ്ട്. ഇത് നമ്മൾ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് വെറുതെ ഒരു യന്ത്രം എഴുതി കൂട്ടിൽ ധരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓരോ യന്ത്രങ്ങളും എഴുതുമ്പോൾ അത് വിധിപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ശരിക്കും മഹാമൃത്യുഞ്ജയ യന്ത്രമാണ്. കണ്ടോ, ഓരോ വ്യക്തികൾക്കും ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇത് മഹാമൃത്യുഞ്ജയ യന്ത്രം, ഇത് ശരിക്കും ശ്രീയന്ത്രം. ഓരോന്നും എടുത്ത് കാണിക്കാം. ഇത് ശ്രീയന്ത്രം കണ്ടോ, ഇതിനകത്തെല്ലാം പേരും നാളും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ധന്വന്തരി യന്ത്രം. വളരെ അപൂർവമായി എഴുതുന്ന ഒരു യന്ത്രമാണ് ധന്വന്തരി യന്ത്രം. ഇതിനെല്ലാം ചക്രങ്ങൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ഇത് സുദർശന യന്ത്രം. ഇത് നരസിംഹ യന്ത്രം. ഇത് അശ്വാരൂഢ യന്ത്രം. ഇങ്ങനെ ആയിരക്കണക്കിന് യന്ത്രങ്ങൾ ഉണ്ട്. ഇതൊക്കെ വിധിപ്രകാരം എഴുതി മന്ത്രങ്ങൾ വിധിപ്രകാരം ചെയ്ത് വേണ്ട വിധം ധരിച്ചെങ്കിൽ മാത്രമേ അതിന് പൂർണ്ണമായ ഫലസിദ്ധി ഉണ്ടാവൂ. നമ്മൾ ചെയ്യുന്ന കൂടുകൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കൂടുകളാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഈ യന്ത്രങ്ങൾ ധരിക്കാറുണ്ട്. ഉരുളൻകൂടുണ്ട്, അത് സ്വർണത്തിൻ്റെ ഉണ്ട്, വെള്ളിയുടെ ഉണ്ട്, പല തരത്തിലുള്ള ഉണ്ട്. അപ്പം ഇതെല്ലാം ഓരോ ആവശ്യങ്ങൾക്കായി ഓരോരുത്തർ ധരിക്കുന്നതാണ്. ശരിക്കും നിങ്ങളുടെ ഓരോ വ്യക്തികളുടെയും യന്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുമ്പോൾ പൂർണ്ണമായി ഫലസിദ്ധി ഉറപ്പുവരുത്തിയാണ് ധരിക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ചക്രമാണ് ധരിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ ഏത് ചക്രം ധരിച്ചാൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും, ഇതൊക്കെയാണ് ശരിക്കും ചിന്തിച്ച് അറിഞ്ഞ് ചെയ്യേണ്ടത്. അപ്പം വിധിപ്രകാരം യന്ത്രങ്ങൾ എഴുതി നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിറയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളെ കാട്ടിത്തന്ന് നിറയ്ക്കുകയോ ചെയ്യുന്ന എഴുതാൻ അറിവുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ നിങ്ങൾ എഴുതിക്കുക. ഓരോ കൂട്ടിലും യന്ത്രങ്ങൾ നിറയ്ക്കുമ്പോൾ അത് നമ്മൾ കണ്ട് അറിഞ്ഞു വച്ചിരിക്കണം. ഇതെന്താണെന്നും ഈ യന്ത്രം കൊണ്ട് എന്ത് ഫലസിദ്ധിയാണ് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നതെന്നും പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കി വേണം ചെയ്യാൻ. അല്ലാതെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്കൊരു ഗുണവും ഉണ്ടാകത്തില്ല. ഇപ്പം അഘോര യന്ത്രം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഈ അഘോര യന്ത്രം എന്താണെന്നും ഇതുകൊണ്ട് എന്ത് ഫലമാണ് നമ്മൾക്ക് കിട്ടേണ്ടതെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാമൃത്യുഞ്ജയ യന്ത്രം അപൂർവമായി ചില ആവശ്യങ്ങൾക്കായി മാത്രം ചെയ്യുന്നതാണ് മഹാമൃത്യുഞ്ജയ യന്ത്രം. കണ്ടോ, ഈ മഹാമൃത്യുഞ്ജയ യന്ത്രം ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ കണികകൾ വഹിക്കുകയും അത് കൃത്യമായ ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് ഫലം ഉണ്ടാവും. അതുപോലെ ശൂലിനി യന്ത്രം. യന്ത്രങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒരു യന്ത്രമാണ് ശൂലിനി യന്ത്രം. ഈ ശൂലിനി യന്ത്രം ചെയ്യുമ്പോൾ അതിനൊരു വിധിയും അത് വിധിപ്രകാരം ധരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ചക്രങ്ങൾ ധരിക്കുന്നവർ ശരിക്കും അതിൻ്റെ മന്ത്രം കൂടെ പഠിക്കണം. അല്ലാണ്ട് ധരിച്ചിട്ട് കാര്യമില്ല. കൃത്യമായി മന്ത്രജപത്തിലൂടെ മാത്രമേ അതിൻ്റെ ഫലസിദ്ധി പൂർണ്ണമായിട്ട് നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അശ്വാരൂഢം ധരിച്ചെന്നാൽ വിശ്വം ജയിച്ചിടാം എന്നാണ് പറയുന്നത്. അശ്വാരൂഢ യന്ത്രമൊന്നും അങ്ങനെ ആരും എഴുതി ആർക്കും കൊടുക്കത്തില്ല.
ഇതാണ് അശ്വാരൂഢ യന്ത്രം. ഈ അശ്വാരൂഢ യന്ത്രം വിധിപ്രകാരം എഴുതി ധരിച്ചാൽ അതിൻ്റെ ഫലം സുനിശ്ചിത. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ ശ്രീയന്ത്രമൊന്നും അങ്ങനെ ആരും വരയ്ക്കുകയോ ചെയ്തു കൊടുക്കുകയോ ചെയ്യാറില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ വിധിപ്രകാരം നമ്മൾ മനസ്സിലാക്കി ഒരാളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അയാളുടെ അടുത്ത് തന്നെ ചോദിക്കണം, എന്താണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്, ആ ചക്രം ഞങ്ങളെ ഒന്ന് കാണിക്കാമോ എന്ന് സംസാരിച്ചതിന് ശേഷം വേണം നമ്മൾ ധരിക്കാൻ. അതുപോലെ അതിൻ്റെ മന്ത്രങ്ങളൂടെ അവരിൽ നിന്ന് തന്നെ എഴുതി വാങ്ങണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നിങ്ങൾക്ക് യന്ത്രം വേണം എന്നുണ്ടെങ്കിൽ തപാലിലും നമ്മൾ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ സഹിതം അത് അയച്ചു തരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.